ഒരിക്കൽ ഒരു മനുഷ്യൻ തന്റെ കുഞ്ഞുമായി ഒരു ദീർഘദൂര യാത്ര കഴിഞ്ഞ് തന്റെ വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. പക്ഷെ അവർക്ക് വീട്ടിലെത്തണമെങ്കിൽ ഒരു കാടിനകത്തുകൂടെ ദീർഘമായ മണിക്കൂറുകൾ യാത്ര ചെയ്യണമായിരുന്നു. ആ കാടിന്റെ അടുത്തേക്ക് അവരെത്തിയപ്പോഴേക്കും ഏകദേശം വൈകുന്നേരമായി. അവർ ആ കാടിനകത്തേക്ക് പ്രവേശിച്ച് അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ ആ കാടിന്റെ അകത്ത് ഭയങ്കരമായ ഇരുട്ട് വ്യാപരിച്ചു. കാട്ടുമൃഗങ്ങളുടെ ശബ്ദം കേട്ടപ്പോൾ ആ പിതാവിന്റെ മനസ്സിനകത്ത് ഭയങ്കരമായ ഭയവും ടെൻഷനും ഉണ്ടായി. ആ മനുഷ്യൻ പെട്ടെന്ന് തന്റെ കുഞ്ഞിന്റെ കൈ പിടിച്ചുകൊണ്ട് എത്രയും വേഗത്തിൽ ഈ കാടിന്റെ പുറത്തേക്ക് ഇറങ്ങാനായി അദ്ദേഹം വേഗത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങി. കാരണം ഏതെങ്കിലും കാട്ടുമൃഗങ്ങൾ ഇവരെ കണ്ടുപിടിച്ചാൽ ഉറപ്പായും രണ്ടുപേരും ഈ കാടിനകത്ത് മരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ആ പിതാവിന് അറിയാമായിരുന്നത് കൊണ്ട് എത്രയും വേഗത്തിൽ പുറത്തു കടക്കുവാൻ കഴിയുമോ അത്രയും വേഗത്തിൽ കടക്കേണ്ടതിന് ആ കുഞ്ഞിന്റെ കൈ പിടിച്ചുകൊണ്ട് ആ പിതാവ് ഓടുകയാണ്. എന്നാൽ ആ ഓട്ടത്തിന്റെ ഇടയിൽ അവിചാരിതമായി ആ മനുഷ്യൻ തന്റെ കുഞ്ഞിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി. തന്റെ അകത്ത് വ്യാപരിക്കുന്ന ഭയത്തിന്റെ ഒരു കണിക പോലും ആ കുഞ്ഞിന്റെ മുഖത്ത് അദ്ദേഹത്തിന് കാണുവാൻ കഴിഞ്ഞില്ല. എന്ന് മാത്രമല്ല, ആ കുഞ്ഞ് ചിരിച്ചും കളിച്ചും കൊണ്ട് ആ കാടിന്റെ മനോഹാരിത അനുഭവിച്ച് ആ പക്ഷികളുടെ ശബ്ദമൊക്കെ കേട്ട് സന്തോഷിച്ച് തുള്ളിച്ചാടിക്കൊണ്ട് ഈ അപ്പന്റെ കൈ പിടിച്ച് യാത്ര ചെയ്യുകയാണ്. ഈ കാഴ്ച അദ്ദേഹത്തെ വാസ്തവത്തിൽ ആശ്ചര്യപ്പെടുത്തി. കാരണം ഈ ഭയാനകമായ അന്തരീക്ഷത്തിൽ, ഈ കാട്ടുമൃഗങ്ങൾ നിറഞ്ഞ ഈ കാടിനകത്തുകൂടെ ഇത്രയും സന്തോഷത്തോടെ ആ കുഞ്ഞിന് വരുവാൻ കഴിഞ്ഞതെങ്ങനെയെന്ന ചിന്ത അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. അങ്ങനെ ചില മണിക്കൂറുകൾ യാത്ര ചെയ്ത് അവർ ആ കാടിന്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അദ്ദേഹത്തിന് സമാധാനമായി പതിയെ അവർ അവരുടെ വീട്ടിലേക്ക് എത്തി. എന്നാൽ ആ വീട്ടിലെത്തിയ ഉടനെ തന്നെ ആ പിതാവ് തന്റെ കുഞ്ഞിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. മോനെ, നമ്മൾ വന്നത് എത്ര ഭയാനകമായ അവസ്ഥയിൽ കൂടെ ആയിരുന്നു എന്ന് നിനക്കറിയാമോ? ആ കാട് എത്രത്തോളം പേടിപ്പെടുത്തുന്നതായിരുന്നു. ആ കാടിനകത്തുനിന്ന് ഏതെങ്കിലും മൃഗങ്ങൾ നമ്മെ കണ്ടിരുന്നുവെങ്കിൽ നാം രണ്ടുപേരും ആ കാടിന്റെ അകത്ത് കൊല്ലപ്പെടുമായിരുന്നു. പക്ഷെ നിന്റെ മുഖത്ത് ഞാൻ ഒരു ടെൻഷനും കണ്ടില്ല. നീ സന്തോഷിച്ച് തുള്ളിച്ചാടിയാണ് എന്റെ കൂടെ വന്നത്. നിനക്കിതെങ്ങനെയാ കഴിഞ്ഞത്? എന്തുകൊണ്ടാണ് നിനക്ക് ഭയം തോന്നാതിരുന്നത്? ആ കുഞ്ഞ് തന്റെ പിതാവിനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു. അപ്പാ, ഈ കാടിന്റെ ഭീകരത എത്രത്തോളം ഉണ്ട് എന്നെനിക്കറിയില്ല. ഒരു പക്ഷേ അത് പേടിപ്പെടുത്തുന്നതായിരിക്കാം. ഒരു പക്ഷേ ഭയങ്കരമായ കാട്ടുമൃഗങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം മാത്രം എനിക്കറിയാം, ഞാൻ പിടിച്ചിരുന്നത് എന്റെ അപ്പന്റെ കൈകളിലാണ്. എത്ര വലിയ പ്രശ്നം വന്നാലും അതിനകത്തേക്ക് എന്നെ ഇട്ടുകൊടുക്കാൻ എന്റെ അപ്പന് കഴിയില്ല എന്ന ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. അതായിരുന്നു എന്റെ ധൈര്യം. വാസ്തവത്തിൽ അത് തന്റെ പുത്രത്വം തനിക്ക് നൽകിയ, അല്ലെങ്കിൽ മകൻ എന്ന അറിവ് തനിക്ക് നൽകിയ ആത്മവിശ്വാസമായിരുന്നു. വിശുദ്ധ ബൈബിൾ ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 26-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. കാൽവരിയിലെ യാഗത്താൽ നമുക്ക് ലഭ്യമായ ഏറ്റവും വലിയ സമ്മാനം നമ്മുടെ പുത്രത്വമാണ്. ബൈബിൾ പറയുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യനും ദൈവ മക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. നാം ദൈവത്തിന്റെ മക്കളാണ് എന്ന അറിവ് നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നത് മുതൽ ആ പുത്രത്വം നൽകുന്ന ആത്മവിശ്വാസവും നമ്മുടെ അകത്തുണ്ടാകും. നമ്മളിൽ പലരും ഇപ്പോഴും വലിയ ഭയങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണ്. നാളെക്കുറിച്ചുള്ള ഭയം, മക്കളെക്കുറിച്ചുള്ള ഭയം, തലമുറകളെക്കുറിച്ചുള്ള ഭയം, ഭാവിയെക്കുറിച്ചുള്ള ഭയം, ഈ തുടങ്ങിയ ഭയങ്ങളെല്ലാം ഇപ്പോഴും നമ്മുടെ അകത്ത് നിലനിൽക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ മേൽ ദൈവം കൈമാറിയ പുത്രത്വത്തെക്കുറിച്ചുള്ള വെളിപ്പാട് നമ്മുടെ അകത്ത് ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നതാണ്. നമ്മൾ പുത്രന്മാരാണ് എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും നമുക്കത് വെളിപ്പെട്ട് വന്നിട്ടില്ല. എന്നാൽ ബൈബിൾ പറയുന്നു, നിങ്ങൾ പുത്രന്മാരെങ്കിലോ അവകാശികളും ആകുന്നു. സ്വർഗത്തിൽ എന്തുണ്ടോ അത് നമ്മുടേതാണ്. ദൈവത്തിന് എന്തുണ്ടോ അത് നമ്മുടേതാണ്. കാരണം നമ്മൾ ദൈവത്തിന്റെ മക്കൾ ആണ് എന്ന് ബൈബിൾ പല ആവർത്തി അടിവരയിട്ട് പറയുന്നു. ബൈബിൾ പറയുന്നു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാർ ആക്കുകയും ചെയ്യും. നമ്മൾ പുത്രന്മാരാണ് എന്ന ഈ സത്യം നമ്മുടെ അകത്ത് വ്യാപരിച്ചാൽ തീർച്ചയായും ഇന്ന് നമ്മെ ഭരിക്കുന്ന എല്ലാ ഭയങ്ങളും നമ്മെ വിട്ടുമാറിപ്പോകും. കാരണം പിന്നീട് നമ്മുടെ ഭാവി ഇരിക്കുന്ന നമ്മുടെ കയ്യിലല്ല, നമ്മുടെ പിതാവിന്റെ കയ്യിലാണ്. ഈ ഭൂമിയിലെ ഒരു പിതാവും തന്റെ മക്കൾ തകരാൻ അനുവദിക്കില്ല.
ദോഷികളായ നമ്മൾ നമ്മുടെ മക്കളെ കുറിച്ച് ഇങ്ങനെ കരുതലുള്ളവരാണ് എങ്കിൽ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് നമ്മെ എത്രയധികം. അത് കാൽവരിയിൽ അവന്റെ മരണം കൊണ്ട് അവൻ തെളിയിച്ചതാണ്. നാം തകരാതിരിക്കേണ്ടതിന് അവൻ നമുക്ക് പകരം തകർക്കപ്പെട്ടു. അതേ പ്രിയരെ, ആ പുത്രത്വം നൽകുന്ന ആത്മവിശ്വാസം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രതിഫലിക്കട്ടെ. എല്ലാ ഭയങ്ങളും ആ പുത്രത്വത്തിന്റെ ശക്തിയാൽ പുറത്തു പോകട്ടെ. ഗാഡ് ബ്ലസ് യു.